SSLC പബ്ലിക് പരീക്ഷയിൽ ഫോസിൽ ഫ്യൂവൽസിനെ വെച്ചിട്ട് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം 100% കോൺഫിഡൻസിലോട് കൂടെ ഉത്തരം കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. നമുക്ക് ഫുള്ള് പഠിച്ചെടുക്കാം. 3 ഫോസിൽ ഫ്യൂവൽസ് ആണുള്ളത്. അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ മെയിൻ കണ്ടന്റ് എന്താണെന്നും അവരുടെ ടൈപ്സ് എന്താണെന്നും അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് കിട്ടാനുള്ള പ്രോസസ്സ് എന്താണെന്നും ആ പ്രൊഡക്ട്സ് എന്താണെന്നും ഇത് മാത്രമേ ചോദിക്കാൻ പോകുന്നുള്ളൂ. ഇത് അല്ലാണ്ട് വേറൊരു ചോദ്യം പോലും ചോദിക്കാൻ പോകുന്നില്ല. പഠിച്ചാലും അങ്ങോട്ട് പിടി. ഫസ്റ്റ് ഫോസിൽ ഫ്യൂവലാണ് കോള്. കോളിൻ്റെ പ്രത്യേകത എന്താണ്? പരീക്ഷ ചോദിക്കും വിച്ച് ഇസ് ദി മോസ്റ്റ് അബണ്ടൻറ്റ്, ഏറ്റവും സുലഭമായ ഫോസിൽ ഫ്യൂവൽ എന്ന് ചോദിച്ചാൽ ആൻസർ കോൾ എന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത് ഫോസിൽ ഫ്യൂവൽ കോളാണ്. അതിൻ്റെ മെയിൻ കണ്ടന്റ് കാർബൺ തന്നെയാണ്. അതിൻ്റെ പേര് തന്നെയുണ്ട് കോള്, കാർബൺ. 4 ടൈപ്സ് ഓഫ് കോളാണുള്ളത്: പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഇത് ഓർത്തങ്ങനെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീറ്റർ ലൈം ജ്യൂസ് കുടിച്ച് ബിസ്ക്കറ്റ് അന്തോണിക്ക് കൊടുത്തു. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ കാർബൺ അല്ലേ, കാർബൺ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം കാർബൺ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പീറ്റിലാണ് ഏറ്റവും കുറവ് കാർബൺ, ലിഗ്നൈറ്റിൽ കുറച്ചുകൂടി കാർബൺ കണ്ടന്റ് ഉണ്ട്, ബിറ്റുമിനസ് കോളിൽ കുറച്ചുകൂടി ഉണ്ട്, ആന്ത്രസൈറ്റിലാണ് ഏറ്റവും മാക്സിമം കാർബൺ കണ്ടന്റ്. അതും കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ കാർബൺ കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മലയാളത്തിന് സെയിം പേര് കേട്ടോ, അവിടെ വേറെ സ്ലൈഡ് കാണിക്കാത്ത. ഇനി ഈ കോളിന് 4 പ്രൊഡക്ട്സ് ഉണ്ട്, 4 ടൈപ്പ് ഉണ്ട്. പിന്നെ കോളിൽ നിന്നുണ്ടാക്കുന്ന 4 ഉൽപ്പന്നങ്ങളുണ്ട്. ആ 4 ഉൽപ്പന്നങ്ങളുടെ പേര് ആദ്യം പഠിക്കാം. ഉൽപ്പന്നങ്ങൾ വളരെ സിമ്പിളാണ് മക്കളെ. ഫസ്റ്റ് ഉൽപ്പന്നം കോക്കാണ്, രണ്ടാമത് കോൾ ടാറാണ്, കോൾ ഗ്യാസ് ആണ് മൂന്നാമത്, 4ാമത് അമോണിയാണ്. ഇത് ഓർത്തോക്കാൻ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ ഇപ്പോൾ പഠിക്കുക. ഒരു കൊക്ക് ഇമാജിൻ ചെയ്യാം, ഒരു ടാർ ഇട്ട റോഡ് കൂടി ഒരു ദിവസം നടന്നു പോവാണ് കൊക്ക്. ഞാൻ ഡാൻസ് കളിച്ചു. പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാസും കുറ്റി വന്ന് ഡിഷു എന്ന് പറഞ്ഞ് വീണു, പൊട്ടിത്തെറിച്ചു. അപ്പോൾ കൊക്ക് പറഞ്ഞു അമ്മോ എന്ന് പറഞ്ഞു. അമ്മോ. കൊക്ക് ടാറിട്ട റോഡ് കൂടെ, കോളാണല്ലോ, കോൾ ടാർ. പെട്ടെന്ന് ഗ്യാസ് കുറ്റി വന്നു, കോൾ ഗ്യാസ് വന്ന് എക്സ്പ്ലോഡ് ചെയ്തു. കൊക്ക് പറഞ്ഞു അമ്മോ എന്ന്, അമോണിയ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് കോളിൻ്റെ 4 പ്രോഡക്ട്സ്. ഈ 4 പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടി കോളിന് എന്ത് ചെയ്യണം? ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം? സ്വേദനം ചെയ്യണം. ഡിസ്റ്റിലേഷൻ, സ്വേദനം. കോളിനെ പറ്റി മറ്റൊരു ചോദ്യം പോലും ചോദിക്കാൻ പോകുന്നത്. എന്തൊക്കെ ചോദിക്കാം? ഏറ്റവും അബണ്ടൻറ്റ് ഫ്യൂവൽ കോളാണ്. അതിന് മെയിൻ കണ്ടന്റ് എന്താണ്? കാർബൺ ആണ്. അതിന് 4 ടൈപ്സ് എന്താണ്? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഏറ്റവും കുറവ് കാർബണുള്ള പീറ്റ്, ഏറ്റവും കൂടുതൽ കാർബണുള്ള ആന്ത്രസൈറ്റ്. പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രോഡക്ട്സ്, ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം, വെറും സ്വേദനം. ഓക്കെ, ലാസ്റ്റ് പ്രോഡക്ട്സ് കൊക്ക്, ടാർട്ടർ റോഡ് കൂടെ കോൾ ടാർ, ഗ്യാസ് വേണ്ടി വന്നു കോൾ ഗ്യാസ്, അമ്മോ എന്ന് പറഞ്ഞു അമോണിയ. ഇത്ര ഉള്ളൂ. കോളിനെ പറ്റി വേറെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പോകുന്നില്ല. കോൾ സെറ്റാണ്. ഇതേപോലെ രണ്ടാമത്തെ ഫോസിൽ ഫ്യൂവലാണ് പെട്രോളിയം. പെട്രോളിയത്തിൻ്റെ മെയിൻ കണ്ടന്റ് ബ്യൂട്ടൈൻ ആണ്. ഇത് കാർബൺ ആണ്, ഇത് ബ്യൂട്ടൈൻ ആണ്. ഹേയ്, ടൈപ്സ് ഇല്ല, മാറിപ്പോയതാ. ഇല്ല കേട്ടോ, അത് മാത്രമേ തെറ്റുള്ളതിൽ. ടൈപ്സ് ഉണ്ടോ? പെട്രോളിയത്തിൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനില്ല. പക്ഷേ പെട്രോളിയത്തിൻ്റെ പ്രോഡക്ട്സ് പഠിക്കാനുണ്ട്. സിമ്പിളാണ്. പെട്രോൾ, ഡീസൽ, കെറോസിൻ. പിന്നെ പെട്രോളിയം ഗ്യാസ്. പെട്രോൾ, ഡീസൽ എല്ലാം ഒരേപോലെ. വണ്ടിയിൽ ഒഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ, ഇന്ധനങ്ങൾ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണയും അങ്ങനെ ഒഴിക്കരുത്, പക്ഷെ ഒഴിക്കാം. പെട്രോളിയം ഗ്യാസ്. ഈ പെട്രോളിയം ഗ്യാസ് ലിക്വിഫൈ ചെയ്താണ് LPG കിട്ടുക, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നമ്മൾ വീട്ടിൽ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ നാഫ്തയും ഫ്യൂവലും കൂടി പഠിച്ചാൽ മതി. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, പക്ഷെ ആവശ്യമില്ല. പെട്രോൾ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ, പിന്നെ പെട്രോളിയത്തിന് ഗ്യാസ്, പിന്നെ ആകെ ജസ്റ്റ് നാഫ്തയും ഫ്യൂവലും കൂടി പഠിച്ചാൽ അത്ര മതി. ക്ലിയർ ആണോ മക്കളെ? സെറ്റ്. അതാണ് പെട്രോളിയത്തിൻ്റെ പ്രോഡക്ട്സ്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ. എങ്ങനെയാണ് പെട്രോളിയത്തിൻ്റെ പ്രോഡക്ട്സ് കിട്ടുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി. ഇത് ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ, ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം. ഇനി എന്താണ് ഡിസ്റ്റിലേഷൻ, എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ആ പേര് പഠിച്ചു വെച്ചാൽ. എക്സാമിന് ചോദിക്കും ഹൗ ആർ ദി പ്രോഡക്ട്സ് ഓഫ് പെട്രോളിയം ഒബ്റ്റെയിൻഡ് യൂസിങ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം. ലാസ്റ്റ് നാച്ചുറൽ ഗ്യാസ് ആണ് ലാസ്റ്റ് ഫോസിൽ ഫ്യൂവൽ. മെയിൻ കോമ്പോണൻറ്റ് മീത്തൈൻ ആണ്. ഇതൊന്നും പഠിക്കാനില്ല. ആകെ 2 പ്രോഡക്ട്സേ ഉള്ളൂ പഠിക്കാൻ, CNG, LNG. കംപ്രസ് നാച്ചുറൽ ഗ്യാസും ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് അല്ല, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും. തീർന്നു, വേറൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ ആകെ ചോദിക്കുക LNGയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക. LNGനെ നമുക്ക് എന്ത് ചെയ്യാണ്? ഈസിലി ലിക്വിഫൈ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഗ്യാസ് രൂപത്തിലേക്ക് ആക്കിയിട്ട് പൈപ്പ് ലൈൻ വഴി സെൻഡ് ചെയ്യാൻ പറ്റും. ആ 2 ഇമ്പോർട്ടൻസ് ആണ് LNGക്കുള്ളത്. ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, കാരണം പഠിച്ചു കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. സാർ യൂസ്ഫുൾ ആണെന്ന് പറയാം, യൂസ്ഫുൾ അല്ല എന്ന് പറയാം. എന്നിട്ട് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒരു ലൈക്കും കൂടി ഇടുക, ഒരു 5 പേർക്ക് ഷെയറും കൂടി ചെയ്യാം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. എക്സാം തകർക്കും നമ്മൾ പ്രാവശ്യം. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാം.